അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിനെ കുറിച്ചും ഈ കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചുമെല്ലാം എന്തെല്ലാം വിധത്തിലാണ് SFI ഉൾപ്പെടെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്ത് ആയിരക്കണക്കിന് മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ അടിയന്തരാവസ്ഥയെ നേരിട്ട ഒരു സംഘടനയെ ഇവിടെ റാസ്കൽസ് എന്നും എല്ലാ വിധത്തിലും അധിക്ഷേപിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് കേരളത്തിലെ ഗവർണർ കഴിഞ്ഞ കാലങ്ങളിൽ പെരുമാറിയത്. ഇവിടെ കണ്ണൂരിൽ അദ്ദേഹം എത്തുമ്പോ, ആ മനുഷ്യരെത്തുമ്പോ, അയാൾ എത്തുമ്പോ ഞങ്ങൾക്ക് ഒറ്റയൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം. CRPFനെ ആവശ്യപ്പെട്ട് അമിത്ഷായെയും ഈ പറഞ്ഞ മോദിയെയും ഒറ്റ ഇരിപ്പിന് നിലമേലിൽ നിന്ന് വിളിച്ചാൾക്ക് കേരള പോലീസിന്റെ സംരക്ഷണം ഇപ്പോഴും വേണം, അവരുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ്. എന്നാൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ ഓടി വരുന്നത് കണ്ടു. നിങ്ങളെ ആവശ്യമില്ല, കേരളത്തിലെ പോലീസിന് ആവശ്യമില്ല, സഖാവ് പിണറായിയുടെ പോലീസിന് ആവശ്യമില്ല എന്ന് നാളേക്ക് 40 വട്ടം പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന് ഇനിയും നിങ്ങൾ സല്യൂട്ട് ചെയ്യരുത്. CRPFകാരാണ് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ആ ചുമതല കൊണ്ട് അവര് നടത്തിക്കൊള്ളണം. ഈ കണ്ണൂരിൽ മട്ടന്നൂരിലൊക്കെ വരുമ്പോ അങ്ങനെ നടന്നോളണം. അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ RSSകാരുടെ രൂപത്തിൽ ഞങ്ങളുടെ മെക്കിട്ട് കയറിയാൽ ഞങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കും. എല്ലാ കാലത്തും RSSനെ ഇതുപോലെ ജനാധിപത്യം അറിയുന്നവരോടെ ജനാധിപത്യം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ജനാധിപത്യം അറിയാത്ത സംഘപരിവാറിനോട് ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ സമരം ചെയ്യുമ്പോഴും ഒരു കാര്യം പറയാം, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഒരു ചെകിട്ടത്ത് അടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മറു ചെകിട്ടത്ത് ഞങ്ങൾ അടിച്ചിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും അടിക്ക് തിരിച്ചടി തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പറയാനുള്ളത്. RSSകാർ ഏതെങ്കിലും തരത്തിൽ ഇനിയിപ്പോ CRPF മതിയാവില്ലെങ്കിൽ RSSകാരല്ല ഇനി ആര് വന്നാലും ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ രാജ്ഭവന്റെ മുന്നിൽ പോയിട്ടും അയാളുടെ വീട്ടിനുള്ളിൽ പോയിട്ടും ഞങ്ങൾ സമരം ചെയ്യും. ആ ചരിത്രം ഞങ്ങൾക്കുണ്ട്. ഇത്ര മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഇനി നാളെയും മട്ടന്നൂരിൽ കൂടെ തന്നെയാണ് തിരിച്ചു പറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിലും രൂക്ഷമായുള്ള സമരം ഞങ്ങൾ സംഘടിപ്പിക്കും. അതുകൂടി മുൻകൂട്ടി ഞങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാവുന്ന CRPF മൊത്തം ഇറക്ക്. കേരള പോലീസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ആത്മാർത്ഥത കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും അവരുടെ ശരീരത്തിനും മറ്റ് ആരോഗ്യത്തിനും നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. Subscribe to the Federal's YouTube page for more news and updates.